നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. കാട്ടാക്കട KSRTC ബസ് ഡിപ്പോയിൽ വാണിജ്യ സമുച്ചയത്തിനുള്ളിൽ ബസ് കാത്തുനിന്ന യാത്രക്കാരന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ച ബാഗ് കവർന്നു. പരാതി നൽകി 3 ദിവസമായിട്ടും കേസെടുത്തില്ല. ഒടുവിൽ വീണ്ടും മൊഴി കൊടുക്കാനായി തിരുവല്ലയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി നോക്കുന്ന അനൂപ് കാട്ടാക്കടയിൽ എത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി തിരുവല്ലയിൽ നിന്നും ജോലി കഴിഞ്ഞ് വരികയായിരുന്ന അനൂപ് ബസ്സിലിരുന്ന് ക്ഷീണം കാരണം ഉറങ്ങുകയും രാത്രി പേയാട് ഇറങ്ങേണ്ട താൻ തുടർന്ന് കാട്ടാക്കടയിൽ എത്തിയപ്പോഴാണ് ഉണർന്നതെന്നും 11 മണിക്ക് ശേഷം ബസ് ഇല്ലാത്തത് കാരണം രാവിലെ പോകുന്നതിന് വേണ്ടി ഇവിടുത്തെ ഇരിപ്പിടത്തിൽ തന്നെ ഉറങ്ങിപ്പോയി. എന്നാൽ ഇതിനിടെ ഉണർന്നു നോക്കുമ്പോൾ തന്റെ ലാപ്ടോപ്പ്, ടീഷർട്ട്, പേഴ്സ്, മൊബൈൽ ചാർജർ തുടങ്ങി വിലപിടിപ്പുള്ളവ എല്ലാം നഷ്ടപ്പെട്ടു. തുടർന്ന് അവിടേക്ക് അന്വേഷിച്ചെങ്കിലും ബാഗോ മോഷ്ടിച്ച ആളെയോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. CCTV ഉൾപ്പെടെ ലഭിച്ചിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാൽ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ എത്തുകയായിരുന്നു അനൂപ്. അതേസമയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇടയ്ക്കിടെ ഇത്തരത്തിലും ചെറുതും വലുതുമായ മോഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പലരും ഇതിന് പുറകെ നടക്കാനുള്ള മടി കാരണമാണ് പരാതിയുമായി പോകാതിരിക്കുന്നത്. CCTV ക്യാമറ ഉണ്ടെങ്കിലും സാമൂഹ്യ വിരുദ്ധർക്ക് ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണ് ഈ കവർച്ച നടത്തിയതെന്ന് CCTV ദൃശ്യം കണ്ട ശേഷം ചിലർ തന്നോട് പറഞ്ഞതായി അനൂപ് പറഞ്ഞു. കാട്ടാക്കട ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാണ്. ശനിയാഴ്ച ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരുവല്ലയിലാണ് ജോലി ചെയ്യുന്നത്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയില്ല. അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഞാൻ വന്ന് എൻ്റെ വീട് വന്ന് പേയാടാണ്. ആ ഭാഗത്തോട്ട് ഞാൻ വരുന്ന സമയത്ത് കുറച്ച് തിരക്ക് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ബസ്സിൽ ഉറങ്ങിപ്പോയി നേരെ കാട്ടാക്കട വന്ന് ഇറങ്ങിയപ്പോൾ 10:45 ലാസ്റ്റ് ബസ്. അപ്പോൾ ഞാൻ 11 മണിക്ക് വന്നതുകൊണ്ട് ബസ്സില്ല. ബസ് വെളുപ്പിൽ 5 മണിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ കയറി ഇരിക്കുകയും അവിടെ ഇരുന്ന് എനിക്ക് വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്ന് അവിടെ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. ആ ഉറക്കത്തിനിടയിൽ എൻ്റെ ബാഗ്, എൻ്റെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ്, അതായത് ലാപ്ടോപ്പ്, ചാർജർ, മൊബൈൽ ചാർജർ, ടീഷർട്ട്സ്, അതായത് വില കൂടിയ എൻ്റെ എല്ലാ എക്യുപ്മെന്റ്സും ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മൊബൈലും പേഴ്സും ഞാൻ ആ ബാഗിനകത്ത് ഇട്ടാണ് വച്ചിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മിസ്സാവാതിരിക്കാൻ വേണ്ടി ബാഗിനകത്തിട്ട് വെച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഇരുന്നപ്പോൾ ജസ്റ്റ് ഉറക്കം വന്ന് ഞാൻ ചെറിയ ഒരു ചാഞ്ചാടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 12:20, 12:30 ആ ഭാഗത്തെ സമയത്തിൽ എൻ്റെ ബാഗ് പെട്ടെന്ന് ഇവിടുന്ന് മിസ്സായതുപോലെ തോന്നുന്നു. ഞാൻ ഇരിച്ചു നോക്കിയപ്പോൾ ബാഗ് മിസ്സായി. അപ്പം തന്നെ ഞാൻ ഉടൻ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും ഇട്ട് അന്വേഷിച്ചു. പക്ഷെ അവിടെ ബാഗ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് എവിടെ പോയി എന്നുള്ളത് നോക്കിയിട്ട് അടുത്ത ദിവസം നമ്മൾ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തപ്പോൾ പരാതി സ്റ്റേഷനിൽ പരാതിയായിട്ട് എഴുതിയപ്പോൾ അവർ വന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവിടെ CCTV എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി CCTV കാര്യങ്ങളും അവിടെ അന്വേഷിച്ചപ്പോൾ CCTVയിൽ ഈ എടുത്തോട്ട് പോകുന്ന ഒരു പയ്യനാണ്. ഒരു 30-32 വയസ്സായിരിക്കും. അവൻ ഓൾറെഡി എൻ്റെ ഈ പുസ്തകക്കാരത്ത് തന്നെ ഞാൻ പോയി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്ന സമയങ്ങളിലെല്ലാം അവന് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ബാഗ്, ഞാൻ ഇരിക്കുന്നത്, എങ്ങനെ പോകുന്നതെല്ലാം. ആ സമയങ്ങളിൽ ഇവൻ ഇവിടെ കള്ളനാണെന്ന് നമുക്കറിയത്തില്ല. കാരണം അവൻ്റെ കയ്യിൽ അവന്റെ ഡ്രസ്സിങ്ങും എല്ലാം കണ്ടറിയാം, ചെരുപ്പില്ല, ഒന്നുമില്ല. ആ സമയം ഞാൻ അവിടെ ഇരുന്ന് ഈ ഉറങ്ങിയ സമയത്ത് 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ബാഗ്, അതായത് ബാഗ്, ലാപ്ടോപ്പാണ് എൻ്റെ മെയിൻ ജോലിയും ഭാഗമായിട്ട് ഞാനിപ്പോൾ 4 ദിവസം കൊണ്ട്, ശനിയാഴ്ച നടന്ന സംഭവം, 4 ദിവസം കൊണ്ട് അതിൻ്റെ ബാക്കിൽ ഓടുകയാണ്. അപ്പൊ ഇന്ന് ഞാനിപ്പോൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് FIR ഇടാൻ വേണ്ടി, മൊഴി കൊടുക്കാൻ വേണ്ടി. അപ്പം CSR ഇല്ല, CSR വന്നിട്ട് മൊഴി കൊടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ വന്നു. അപ്പോൾ സാറ് ഒന്നുകൂടെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുത്തിട്ട് എങ്ങനെ, അതായത് ഇത് ഈ സ്ഥിരം കുറ്റവാളിയാണ് ഈ പുള്ളിക്കാരനെന്ന് ഈ ഫോട്ടോയിൽ കാണുന്നവരെല്ലാം പറഞ്ഞത്. എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇരുന്ന സമയങ്ങളിൽ ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 11:30, 12 വരെ ആയപ്പോഴാണ്, 12 ആയപ്പോൾ അവിടെ ആരില്ല എന്നുള്ളത് ഞാൻ ഗവനിച്ചില്ല. അപ്പം അവിടെ ഇരിക്കുന്നവരെല്ലാം അക്യൂസ്ഡും ഈ പറയുന്ന മോട്ടിക്കുന്ന വേണ്ടി മാത്രം വരുന്ന ആളുകളാണെന്നും എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് നിത്യോദം ഇന്നലെയോ മെനിഞ്ഞാന്നോ ഈ KSRTCയിലുള്ള ഇവര്, ഞാൻ ഇന്നലെയും പിന്നെ ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ അവർ പറഞ്ഞ വാക്കാണ് ഈ മെനിഞ്ഞാന്ന് രാത്രി ഒരു മോഷണം നടന്നിട്ടുണ്ട്. അതായത് മെനിഞ്ഞാന്ന് രാത്രി മോഷണം നടന്നു. അപ്പൊ നിത്യമായിട്ട് പോകുന്നു. പക്ഷെ എന്റെ എനിക്ക് പോയ ലോസ് എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള ലാപ്ടോപ്പ്, എന്റെ മൊത്തം, അതായത് എന്റെ ഒരു പാന്റ് ഷർട്ടും എന്റെ ചെരുപ്പും ഇല്ലാതെ വേറെ ഒന്നും ഇല്ലാതെ പുള്ളിക്കാരെ എടുത്തോണ്ട് പോയി കഴിഞ്ഞു. ബാഗിന് എല്ലാം എടുത്തോണ്ട് പോയി. ഞാൻ ആൾറെഡി ആ ബാഗിലും മൊബൈലും പേഴ്സും വയ്ക്കാൻ കാരണം കുറച്ച് സേഫ്റ്റി ആയി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്ക് ഇതേപോലെ അനുഭവങ്ങളുണ്ട്. കുറച്ച് ലൂസ് പാന്റാണ് ഞാൻ ഇട്ടിരുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ദയവായി എനിക്കത് കിട്ടുവാനുള്ള സൗകര്യം സ്റ്റേഷനിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ മാക്സിമം ഇന്ന് തന്നെ ഞാൻ FIR ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. എൻ്റെ പേര് അനൂപ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന
തിരുവല്ല ഭാഗത്ത് വർക്ക് ചെയ്യുന്നത്.